അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ പിന്നെ മൈദ അവിടെ ഗോതമ്പ് മാവിലുണ്ടാക്കി. അപ്പോൾ ഇന്നിവിടെ കടലമാവുണ്ടല്ലോ, അപ്പോൾ അന്ന് അതിനകത്ത് ചെയ്യാമെന്ന് വെച്ചിട്ട് അത് ചെയ്തപ്പം ശരിയായില്ല. കാരണം കുറച്ചൊരു ഇങ്ങനെ എന്താ പറയണ്ട, അത് ഈ ഉള്ളിയൊക്കെ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ചേർക്കണം. അപ്പം റെസിപ്പിയിൽ നോക്കിയപ്പോഴെല്ലാം മൈദയും കടലമാവുമാണ് അതിൻ്റെ കോമ്പിനേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കാണ് കടലമാവേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കുറച്ച് മൈദാമാവ് കൊണ്ടുവരണമെന്ന്. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സവോള, ഇഞ്ചി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് വറുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, താങ്ക് യു.